കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം, UDFിൻ്റെ രാഷ്ട്രീയം അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. കേരളത്തിലെ UDF മുന്നണിക്ക് വല്ലാത്തൊരു മൗനമാണ്. അത് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയപ്പോഴും ഒപ്പം പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്ന സമയത്തും ഒക്കെ തന്നെ കോൺഗ്രസിനും പ്രത്യേകിച്ച് UDF മുഴുവനുമായും ഇപ്പോൾ ഒരു മൗനമുണ്ട്. അത് സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് അനുകൂലമായ പല വിധികൾ വരുമ്പോൾ പോലും അവർ ആ മൗനം തുടരുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ കേരളത്തിന് വലിയ രീതിയിലുള്ള ആശ്വാസമാകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ വിധിയെപ്പറ്റി UDF നേതാക്കൾക്ക് ഇപ്പോഴും മൗനമാണ്. ഇനി പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി അതുമായി ബന്ധപ്പെട്ട യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിന് പോലും UDF നേതാക്കൾക്ക് വലിയ മൗനമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇനി എത്ര നാൾ ഇങ്ങനെ വാ അടച്ചു വെച്ച് മിണ്ടാതിരിക്കും? നിങ്ങളുടെ വാ ഇനിയെങ്കിലും ഒന്ന് തുറന്ന് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്ന ചോദ്യവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് ഐസക്കാണ്. അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നു, എന്താണ് UDF നിങ്ങളുടെ പ്രശ്നം? നമ്മുടെ സംസ്ഥാനം നേരിടുന്ന, രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ പോലും നിങ്ങൾ എന്തിനാണ് ഈ ഒരു മൗനം തുടരുന്നതെന്നാണ് ഡോക്ടർ തോമസ് ഐസക് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ ചോദ്യം, ഇനിയെങ്കിലും UDF ഒന്ന് വാ തുറക്കൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്നൊരു മമതയില്ലേ, ഒരു ജാഗ്രത? അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ UDF? ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞില്ലേ? കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ട് 13,608 കോടി രൂപ അവതർക്കിതമായിട്ട്, തർക്കമില്ലെന്ന് അവരും സമ്മതിച്ചിരിക്കുന്നു, കേരളത്തിന് തരാനുണ്ടെന്ന്. ഇതുവരെ UDF എന്തെങ്കിലും പറഞ്ഞു? കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു? ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന്. 13,608 കോടിയല്ല, 5,000 കൊടുക്കാന്ന ഇവര് പറയുന്നത്. നടക്കില്ല കേട്ടോ. അതുകൊണ്ട് നാളത്തെ കേൾക്കട്ടെ, എത്ര കേന്ദ്രം പറയാൻ പോണെന്നുള്ളത്. കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം, UDFിൻ്റെ രാഷ്ട്രീയം അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. UDFിനോട് പറയാനുള്ളത്, പെറ്റ നാടിനോട് ഒരു സ്നേഹം വേണം. ഇവിടെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഉണ്ടാവട്ടെ, അത് ഉണ്ടാക്കണം. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിയായിട്ട് മാറാൻ പോവുകയാണ്. ഈ CAA കേരളത്തിൽ നടപ്പാക്കും വെല്ലുവിളിക്കാണ് കേസിലുള്ളത് ഇപ്പോൾ അല്പസമയം. ആര് ഇയാൾക്കൊക്കെ മറുപടി പറയുന്നു? ഇയാൾ നടപ്പാക്കാൻ പോണു. കേരളത്തിൽ 12% പിന്തുണയുള്ള പാർട്ടി കേരളത്തിലങ്ങ് തനിച്ച് നടപ്പാക്കാൻ പോണു. കേരളം മാത്രമല്ലെന്ന് DMPക്ക് നടപ്പാക്കില്ല. നടപ്പാക്കാൻ ചെല്ലവിടെ തമിഴ്നാട്ടിൽ. കർണാടകയും തെലുങ്കാനയും എന്ത് ചെയ്യുമെന്ന് കോൺഗ്രസ് എന്ന് പറയട്ടെ. കേരളത്തിൽ CAക്കെതിരായിട്ട് പ്രമേയം പാസാക്കി ഒരുമിച്ച് സമരത്തിൽ നിന്ന് പറഞ്ഞു പോയവരാ UDF. ആ നയം തിരുത്തി ഇതിനെതിരായിട്ട് ഒരുമിച്ച് സമരത്തിന് തയ്യാറുണ്ടോ UDF? ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത്രയെങ്കിലും ഒരുമിച്ച് നിന്ന് ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറയട്ടെ. സുരേന്ദ്രൻ നടപ്പാക്കുന്നതെന്ന് കാണാം. സമരത്തിന് തയ്യാറുണ്ടോ? നിശ്ചയമായിട്ടും UDF നിലപാട് വ്യക്തമാക്കട്ടെ എന്ന്. അവർ ഭരിക്കുന്ന തെലങ്കാനയിലും കർണാടകത്തിലും പൗരത്വ രജിസ്റ്ററും CAയും നടപ്പാക്കൂല്ലേ എന്ന് വ്യക്തമാക്കണം. കേരളത്തിൽ നടത്തുന്നുണ്ട്. കേരളത്തിന് പുറത്തോ? കോൺഗ്രസിന്റെ നയം ഓരോ സ്ഥലത്തും ഒരേപോലെയാ. അതുകൊണ്ട് അവരാദ്യം വ്യക്തമാക്കട്ടെ. BJP ചിന്തിക്കുന്നതേ അങ്ങനെയുള്ളൊരു ധ്രുവീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അവർക്ക് അനുകൂലമേ മാറും എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നൊരു കാര്യം എന്താ? സുപ്രീം കോടതിയിൽ SBI കൊണ്ട് ലിസ്റ്റ് കൊടുക്കേണ്ടി വരും ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ എന്നുള്ളത്. ചെറിയ പ്രശ്നമല്ല അത്.
ആദ്യം നോക്കേണ്ടത് ഈ കമ്പനികളിൽ എത്രണ്ണത്തിന് ED റെയ്ഡ് ഉണ്ടെന്നുള്ളതാണ്. ED എന്ന് പറയുന്ന ഏജൻസി BJPക്ക് വേണ്ടി ബലം പ്രയോഗിച്ച് പണം കവരാനുള്ളൊരു ഏജൻസിയായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള കമ്പനികളുടെ സംഭാവനകളിൽ 335 കോടി രൂപ കമ്പനികൾ സംഭാവന ചെയ്തിട്ടുള്ളത് EDയുടെ റെയ്ഡിന് ശേഷമാണ്. അങ്ങനെ പണം സമാഹരിക്കുന്നതിന് ED ഒരു ഏജൻസിയായിട്ട് ഇന്ത്യയിൽ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളക്കളിയൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. അതിന് മറിയിടാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വൈകുന്നേരം പോയി CAA പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊക്കെ മറന്ന് വർഗീയ ചേരിതിരിവിലേക്ക് ഇന്ത്യയെ മാറ്റാൻ പറ്റുമെന്നാണ് കരുതുന്നത്. എന്നാൽ അങ്ങനെയല്ല. കേരളം ഒറ്റക്കെട്ടായി പറയുന്നത് നടപ്പില്ലെന്ന്. സുരേന്ദ്രൻ മാത്രമേ ബാക്കിയുള്ളൂ. മതന്യൂനപക്ഷങ്ങൾ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കാവുന്നൊരു പാർട്ടി പ്രസ്ഥാനം ഇടതുപക്ഷം ഉറച്ച് എന്നുള്ളത് ബോധ്യമാവുകയാണ്. അദ്ദേഹം ഇതുവരെ പോയിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറല്ല. പക്ഷെ മണിപ്പൂർ അവരുടെ കേരളത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ഇല്ലാതാക്കിയെന്ന്. സുരേഷ് ഗോപി ഇതുവരെ ചിന്തിച്ചിരുന്നത് എനിക്കിപ്പോൾ ഒരു കിരീടമെല്ലാം സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പിന്തുണ കിട്ടുമെന്ന് കരുതി പോയതാ. ഇപ്പം എവിടെ എത്തി? മണിപ്പൂരൊന്നും മറക്കാൻ മതന്യൂനപക്ഷങ്ങൾക്ക് കഴിയില്ല എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുക. എന്തോ എന്തെന്ന് അദ്ദേഹം ആദ്യമായിട്ടാണ് വരണേ. ഇതുവരെ വന്നുകൊണ്ട് വല്ല ഗുണവും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ നാടേ വേറെയാണ്, ഇതിൻ്റെ പാരമ്പര്യം വേറെയാണ്. പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം കൊണ്ടൊന്നും മാറുന്ന പാരമ്പര്യമല്ല ശ്രീനാരായണഗുരുവും അയ്യങ്കാളിയെല്ലാം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വരും. കഴിഞ്ഞ വന്ന് പോയി, ഉള്ളൊരു സീറ്റും പോയി. ഇത്തവണ വന്ന് വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല.